ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കപ്പാസിറ്റർ എന്നുള്ളതും അതുപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ ബേസിക് വർക്കിങ്ങും എന്താണ് കപ്പാസിറ്റൻസ് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്ററാണ്. ഇവിടെ നമ്മളൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിനകത്ത് ഒരു വി വോൾട്ടേജുള്ള അല്ലെങ്കിൽ വി പൊട്ടൻഷ്യലുള്ള ഒരു ബാറ്ററി ഉണ്ട്. ഒരു ടു വേ സ്വിച്ച് ഉണ്ട്. ടു വേ സ്വിച്ചിൻ്റെ ഒരു ടെർമിനൽ എ ആണ്, മറ്റൊരു ടെർമിനൽ ബി ആയിട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ ആർ എന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, സി എന്നുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു വോൾട്ട് മീറ്റർ വി എന്നുള്ള വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിനകത്തുള്ള ചാർജിങ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ അമ്മീറ്റർ ഇതിന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്ററിന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഈ എസ് എന്നുള്ള സ്വിച്ച് എ എന്നുള്ള ടെർമിനലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, എ എന്നുള്ള ടെർമിനലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഈ കപ്പാസിറ്ററുമായിട്ട് എന്താകും, കണക്റ്റ് ആകും. ഇപ്പോൾ നോക്കാം, എ എന്നുള്ള ആളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എന്നുള്ള ഈ ഒരു ബാറ്ററി ഈ കപ്പാസിറ്ററുമായിട്ട് കണക്റ്റായി. അപ്പോൾ കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം അവിടെ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എസ് എന്നുള്ള സ്വിച്ച് എ എന്നുള്ള ടെർമിനലോട്ടാണ് നമ്മൾ ടോഗിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചാർജിങ് നടക്കും. ഇനി അതിന് പകരം നമ്മൾ ബി എന്നുള്ള ടെർമിനലോട്ടാണ് ടോഗിൾ ചെയ്തിട്ടുള്ളതെന്ന് കരുതാം. അപ്പോൾ കപ്പാസിറ്റർ ബി എന്നുള്ള ടെർമിനലോട്ട് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണക്ഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ ഇത് ബാറ്ററിയുമായിട്ട് ഒരു കണക്ഷൻ അവിടെ വരുന്നില്ല. അതായത് ഈ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്തു, ഈ ഒരു റെസിസ്റ്റൻസ് ആറിലൂടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കാരണം ബാറ്ററി ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഉള്ള ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം ചാർജിങ് എന്താ നോക്കാം. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചാർജിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയും എസും തമ്മിലാണ് കണക്ട് ചെയ്തില്ല. എസ് എന്നുള്ള സ്വിച്ച് എ എന്നുള്ള ടെർമിനലോട്ട് കണക്ട് ചെയ്തു, ഇവിടെ കാണാം. അപ്പോൾ ഈ ബാറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം ഇവിടെ പോസിറ്റീവായിട്ട് കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പ്ലേറ്റുമായിട്ട്, അപ്പോൾ ഈ ഭാഗം പോസിറ്റീവായിട്ട് മാറും. ബാറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗം ഈ ഒരു ഭാഗത്തോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ആർ എന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിലൂടെയാണ് ഇതിലോട്ട് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ വരുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചാർജിങ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അമ്മീറ്റർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം, വി സി എന്നുള്ളത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണെന്ന് കരുതാം. വി സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജാണെന്ന് കരുതാം. ഐ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് കറണ്ടാണെന്ന് കരുതാം. ഐ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് കറണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പാസിറ്റർ ഉണ്ടാകുന്ന ചാർജാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ചാർജിങ്, നമുക്ക് ഈ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പോൾ ഇനീഷ്യൽ ആകാം അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ വോൾട്ടേജ് ആകാം, അതിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജും എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ വളരെ കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ വോൾട്ടേജ് കൂടി മാക്സിമം വോൾട്ടേജിലെത്തും. അപ്പോൾ ഏതൊരു സമയത്തുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി സി ഇസ് ഈക്വൽ ടു ആ സമയത്തുള്ള കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ ടൈമിനനുസരിച്ച് ഇങ്ങനെ അവിടെയുള്ള വോൾട്ടേജ് കൂടി വരാനുള്ളൂ. അപ്പോൾ ഏതൊരു സമയത്തുള്ള കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ. വി സി ഇസ് ഈക്വൽ ടു, അതായത് ചാർജ് ഓൺ കപ്പാസിറ്റർ വോൾട്ടേജ് ഓൺ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി മൈനസ് ലാംഡ എന്നുള്ള ഇക്വേഷനാണ് വരിക. ഇതിൽ ഈ വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ വോൾട്ടേജാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ മാക്സിമം എത്ര ഫൈനൽ വോൾട്ടേജ് ആവും നമുക്കറിയാം. അപ്പോൾ ആ വി എന്ന് പറഞ്ഞാൽ അതാണ് ഫൈനൽ വോൾട്ടേജാണ് വരുന്നത്. ഇപ്പോൾ ഒരു 100 വോൾട്ടാണ് അതിൻ്റെ ഫൈനൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വോൾട്ടേജാണ്. സോ കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷനാണ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് പറഞ്ഞു. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്.
ഇപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ R ഇൻറ്റു സി ആണ്, റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ R ഇൻറ്റു സി ചെയ്താലാണ് ലാംഡ കിട്ടുക. സോ നമുക്ക് ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള ചാർജും വോൾട്ടേജും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി സി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി മൈനസ് ലാംഡ എന്നുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തുള്ള വോൾട്ടേജും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചാർജ് ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫീൽഡ് സാധാരണ ഒരു കപ്പാസിറ്റർ ചാർജ് ആകുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് അത് ചാർജ് ആകുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഇത് ചാർജ് ആകുമ്പോൾ ഇതിലുള്ള എനർജി ഇതിൻ്റെ അടിയിൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് അടിയിൽ ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ അടിയിൽ ഇലക്ട്രിക് ഫീൽഡായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പാരൽ പ്ലേറ്റ് ഉണ്ടെന്ന് കരുതാം. ഈ പാരൽ പ്ലേറ്റിൻ്റെ അടിയിൽ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും കിട്ടിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ അവിടെ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ എനർജി സ്റ്റോർ ചെയ്യുന്ന ഈ രീതിയിലുള്ള ഇലക്ട്രിക് ഫീൽഡായിട്ടാണ് കപ്പാസിറ്ററിനകത്ത് എനർജി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഈ രീതിയിൽ ആണ് നമ്മൾ ചാർജിങ്ങിനെ പറയുന്നത്. ഇത് ഈ വി സി ഇക്വൽ ടു വി മൈനസ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ അത് നമുക്കൊരു ഡെറിവേഷൻ മുഖേന കിട്ടുന്ന ഇക്വേഷനാണ്. പക്ഷേ ആ ഡെറിവേഷൻ നമ്മൾ സിലബസിൽ നമ്മൾ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാതെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഡെറിവേഷൻ്റെ ഭാഗത്തോട്ട് പോകാത്തത്. ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാകും. സോ വി സി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി ബൈ ലാംഡ എന്നുള്ള ഫൈനൽ വോൾട്ടേജ് ഇക്വേഷൻ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതേപോലെ ചാർജിങ് കറണ്ട്, ഇപ്പോൾ സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ അതേപോലെ ഒരു ചാർജിങ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ ചാർജ് ആവുള്ളൂ. അപ്പോൾ ആ ചാർജിങ് കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ് ഐ സി ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ചാർജിങ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഏതൊരു മൊമെൻറ്റുള്ള ചാർജിങ് കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ് ഐ സി ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മൊമെൻറ്റിലുള്ള ഒരു ചാർജിങ് കറണ്ട് കണ്ടുപിടിക്കാം. അതിൽ I0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ചാർജിങ് കറണ്ടാണ്. അപ്പോൾ ഇനീഷ്യൽ ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും മാക്സിമം കറണ്ട്. പിന്നെ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആകുന്നിടത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റർ ചാർജ് ആകുന്നിടത്തോളം അതിൻ്റെ ചാർജിങ് കറണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ അതാണ് ഐ സി ഇക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്നുള്ള ഇക്വേഷൻ പറയാനുള്ള കാരണം. അതേപോലെ ചാർജ് ഓൺ കപ്പാസിറ്റർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡ്യൂറിങ് ചാർജസ് ഇക്വൽ ടു നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ ചാർജാണ്. ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ ചാർജാണ്. എത്രയാണ് ചാർജ്, എത്ര കൂളം ചാർജാണ് ഫൈനലായിട്ട് വരുന്നത്, അതാണ് ക്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള ചാർജ് കാണണമെങ്കിലും അതാണ് സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ലാംഡ. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ സമയമാണ്, ലാംഡ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അത് R ഇൻറ്റു സി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇതാണ് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ നമുക്ക് പറയാനുള്ളത്. സോ ചാർജിങ് നടക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ ചാർജിങ് പ്ലേറ്റിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആദ്യം വളരെ കുറവായിരിക്കും. പിന്നെ ആ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്തെങ്കിലും കൂടി വന്ന് മാക്സിമത്തിലെത്തും. ആ സമയം തുടങ്ങുന്ന സമയത്ത് കപ്പാസിറ്ററിലൂടെ ഉള്ള ചാർജിങ് കറണ്ട് വളരെ കൂടുതലായിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടേജ് കൂടി വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യും, ഇതിൻ്റെ ചാർജിങ് കറണ്ട് കുറഞ്ഞ് വരും. ഫൈനലി എന്തായിട്ട് മാറും, അത് 0 ആയിട്ട് മാറും. ഇപ്പോൾ ഈ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും നമ്മൾ സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സപ്ലൈൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആകുന്ന സമയത്ത് ചാർജിങ് കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. പിന്നെ എന്താവില്ല, രണ്ടും ഈക്വൽ വോൾട്ടേജ് ആയി, പിന്നെ അതിലൂടെ ചാർജിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ കറണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് എന്ത് ചെയ്യും, ചാർജിങ് കറണ്ട് 0 ആയിട്ട് മാറും. സോ അതിനൊരു ഗ്രാഫും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു ചാർജിങ് ഓഫ് കപ്പാസിറ്ററിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിൽ ഇത് വി സി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ ടൈം കൂടുന്നിടത്തോളം കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു, 0 വോൾട്ട് ആയിരുന്നു. അതിങ്ങനെ കൂടി വന്ന് ഒരു മാക്സിമത്തിലെത്തി.
അതാണ് മാക്സിമം. വി എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജാണ്. നമ്മൾ പറഞ്ഞാൽ ഫൈനൽ വോൾട്ടേജാണ്. മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൂടില്ല, പിന്നെ ഇതിങ്ങനെ ഈ ലെവലിൽ തന്നെ നിന്നുകൊണ്ടിരിക്കും, പിന്നെ കൂടില്ല. മാക്സിമം വോൾട്ടേജ് എത്തിക്കഴിഞ്ഞു. സോ ഇവിടെ സീറോന്ന് തുടങ്ങി കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് സീറോന്ന് തുടങ്ങി ടൈം കൂടുന്നിടത്തോളം എന്ത് ചെയ്തു, കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കൂടി വന്നു, മാക്സിമം ഫൈനൽ വോൾട്ടേജിലെത്തി. പിന്നെ കൂടില്ല, പിന്നെ ഈ ലെവലിൽ ഇങ്ങനെ എന്ത് ചെയ്യും, പോയിക്കൊണ്ടിരിക്കും. സോ അതാണ് കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ചാർജ് അതേപോലെ തന്നെ ഫസ്റ്റ് സീറോ ആയിരിക്കും, ടൈം കൂടുന്നിടത്തോളം എന്ത് ചെയ്യും, ചാർജ് കൂടി വരും, മാക്സിമത്തിലെത്തും. മാക്സിമം ചാർജ് എത്തി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ആവില്ല, ആ ലെവലിൽ അവിടെ എന്ത് ചെയ്യും, നിൽക്കും. എന്നാലും ചാർജിങ് കറണ്ട് നോക്കുക. ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിങ് കറണ്ട് ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട്. ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുക, തുടങ്ങുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജായി നിൽക്കുന്ന സമയത്ത് മാക്സിമം കറണ്ട് ആയിരിക്കും എടുക്കുന്നുണ്ടാവാം. പിന്നെ കപ്പാസിറ്റർ ചാർജ് ആവുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് തുടങ്ങും. അങ്ങനെ ലാസ്റ്റ് എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ഇതാണ് ചാർജിങ് കറണ്ട്. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജിങ് കറണ്ടാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ചാർജിങ് കറണ്ടായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു ഗ്രാഫായിട്ട്, കപ്പാസിറ്റർ ചാർജിങ്ങിൻ്റെ ഗ്രാഫായിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ നോക്കുക. ഡിസ്ചാർജ് ഓഫ് കപ്പാസിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഈ എസ് എന്നുള്ള സ്വിച്ച് ബി എന്നുള്ള ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിട്ട് മാറും, ഈ ഒരു കപ്പാസിറ്റർ ഈ ഒരു വോൾട്ടേജ് സപ്ലൈയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഈ രീതിയിൽ എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറി. അപ്പോൾ ആറിലൂടെ കപ്പാസിറ്റർ എന്തായിട്ട് മാറി, ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറി. അപ്പോൾ മുമ്പ് ചാർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജ് ഈ സർക്യൂട്ടിലോട്ട് വന്ന് അവിടെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ആർ എന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, ആർ എന്നുള്ള റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അവിടെ ഡിസ്ചാർജിങ് സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നോക്കുക, ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ചാർജിങ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്ചാർജിങ് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ നേരത്തെ ചാർജിങ് നടന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്ചാർജിങ് നടക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നേരത്തെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇങ്ങനെയാണ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഡയറക്ഷനാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ത് ഉണ്ടാവുക, ഡിസ്ചാർജിങ് സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ചാർജിങ് നടന്നിട്ടുള്ളത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്ചാർജ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും ഡിസ്ചാർജിങ്ങിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ടിന് നമ്മൾ മൈനസ് ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ചാർജിങ് പോസിറ്റീവായിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ ഡിസ്ചാർജിങ് സംഭവിക്കുന്നത്. സോ അതിൻ്റെ ഒരു നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കറണ്ടിന് എടുക്കാറുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യം പറയാനുള്ളത്. ഇനി നോക്കാം, ഡിസ്ചാർജിങ് സംഭവിക്കുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും, മാക്സിമം വോൾട്ടേജ് ആയിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് ഉണ്ടാവും. കാരണം ചാർജിങ് കാരണം മാക്സിമം വോൾട്ടേജിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിൽ തുടക്കത്തിൽ കപ്പാസിറ്ററിൽ മാക്സിമം വോൾട്ടേജ് ഉണ്ടാവും. പിന്നെ ആ വോൾട്ടേജ് കുറഞ്ഞ് വന്ന് എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജിങ് കറണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. തുടക്കത്തിൽ എന്തായിരിക്കും, മാക്സിമം കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിട്ട് മാറും, അതിങ്ങനെ അതെന്ത് ചെയ്യും, കുറഞ്ഞ് വരാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇവിടെയുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ ആദ്യം നോക്കാം, വി സി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു e⁻t/λ ആണ്. ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഡിസ്ചാർജിങ്ങുള്ള കപ്പാസിറ്റർ കാണുന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജിലുള്ള വോൾട്ടേജ് കാണുന്നുണ്ടെങ്കിൽ വി സി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു e⁻t/λ ആണ്. അതേ സമയത്ത് ഏത് സമയത്തുള്ള ചാർജ് കാണുന്നുണ്ടെങ്കിലും ക്യൂ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂൻ്റെ e⁻t/λ ആണ്. അതേപോലെ ഡിസ്ചാർജിങ് കറണ്ട് കാണുന്നുണ്ടെങ്കിൽ -I0. ഇവിടെ മൈനസ് എടുക്കാനുള്ള കാരണം ചാർജിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത്, ഡിസ്ചാർജ് നടക്കാൻ പോകുന്നത്. സോ -I0 ഇൻറ്റു e⁻t/λ എന്നും വരും. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി എന്ത് കൂടുതലായിരിക്കും, വോൾട്ടേജും കൂടുതലായിരിക്കും, കറണ്ടും കൂടുതലായിരിക്കും. കാരണം ഇനീഷ്യലി എന്തായിരിക്കും, ഈ ഒരു വോൾട്ടേജ് ചാർജിങ് സമയത്ത് വോൾട്ടേജ് മാക്സിമത്തിലായിരിക്കും ഉണ്ടാവുക.
ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം കറണ്ട് എന്ത് ചെയ്യും, സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ വോൾട്ടേജും കൂടുതലായിരിക്കും, കറണ്ടും കൂടുതലായിരിക്കും. പിന്നെ എന്ത് ചെയ്യും, ഇതിങ്ങനെ കുറഞ്ഞ് വരും. അതേപോലെ വോൾട്ടേജും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് അനുസരിച്ച് കുറഞ്ഞ് വരുന്നുണ്ടാവും. സോ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഈ ഭാഗം വോൾട്ടേജാണ് കാണിച്ചിട്ടുള്ളത്, ഈ ഭാഗം കറണ്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ -I0 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ നെഗറ്റീവ് ഡയറക്ഷനിൽ കാണിക്കാനുള്ള കാരണം. സോ ഇതാണ് നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഇനി പറയാനുള്ളതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനകത്ത് എത്ര എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോൺസിനെ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ വർക്കിംഗ്, കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, കപ്പാസിറ്ററിന് ഒരു പ്ലേറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അവിടുന്ന് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അപ്പോൾ ഒരാളിൽ നിന്ന് വന്നിട്ട് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാണ്, അത് ഒരു പ്ലേറ്റിൽ നിന്ന് വന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ചാർജിങ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചാർജിങ് നടന്നിട്ട് ഈ ഒരു ഡൈലക്ട്രിക് മീഡിയത്തിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജിങ് സംഭവിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഫീൽഡ് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടിട്ട് ആ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി റിലീസ് ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ സി എന്നുള്ള കപ്പാസിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ വി എന്നുള്ള വോൾട്ടേജ് നമ്മളിതിനെ അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കരുതാം. ഈ സമയത്ത് ഈ ഒരു കപ്പാസിറ്ററുള്ള ചാർജാണ് ക്യൂ എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നോക്കാം, നമ്മൾ എത്ര എനർജിയാണ് ഈ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, നമ്മൾ ഏതെങ്കിലും ഒരു ചാർജിങ് മൊമെൻ്റ് എടുക്കുക. ആ ഒരു ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സമയം എടുത്തു. ആ ഒരു സമയത്ത് ഈ ഒരു കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ്, അല്ലെങ്കിൽ ആ പ്ലേറ്റിന് അക്രോസുള്ള വോൾട്ടേജാണ് വി എന്ന് കരുതാം. പ്ലേറ്റിനകത്തുള്ള വോൾട്ടേജാണ് വി എന്ന് കരുതാം. അപ്പോൾ ഇവിടെ ആ പ്ലേറ്റിനകത്തുള്ള വോൾട്ടേജ് വി ആണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്താണ്, വി ആണ്. പൊട്ടൻഷ്യൽ വി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ബൈ ഡെഫിനിഷൻ അനുസരിച്ച് ഇതെന്താണ്, ശരിക്കും ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് 1 കൂളോംബിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കുമല്ലോ ആ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞാൽ. സോ നമ്മൾ ഇവിടെ ഡി ക്യൂ എന്നുള്ള ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഡി ക്യൂ എന്നുള്ള ചാർജാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതെന്ന് കരുതാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, 1 കൂളോംബ് ചാർജിന് ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്ര വർക്ക് ഡൺ വേണോ അതാണ് ശരിക്കും ബൈ ഡെഫിനിഷൻ പ്രകാരം കപ്പാസിറ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ ഡി ക്യൂ എന്നുള്ള ചാർജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും DW ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ V = വർക്ക് ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. പൊട്ടൻഷ്യൽ V = വർക്ക് ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. അത് നമുക്ക് വർക്കിന് ഇക്വേഷൻ കിട്ടും, വർക്ക് = V × Q എന്ന് കിട്ടും. V × Q നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ DW നമ്മളെടുത്തു, ചെറിയൊരു ചാർജും ചെറിയൊരു വോൾട്ടേജും ചെറിയൊരു വർക്ക് ഡൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ DQ എന്നുള്ള ചാർജ് എടുക്കുന്നത് അവിടെ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് വർക്ക് ഡൺ ആണ് DW എന്ന് പറഞ്ഞാൽ. സോ DW = V × DQ എന്ന് പറയാൻ പറ്റും. W എന്ന് പറഞ്ഞാൽ V × Q ആയിരുന്നു. നമ്മളിവിടെ DW എടുത്തത്, DW എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് V ആണ്, പൊട്ടൻഷ്യൽ V ആണ്. അതേപോലെ ചാർജ് എന്ന് പറഞ്ഞാൽ DQ ചാർജ് നമ്മൾ എടുത്തുള്ളൂ. സോ DW = V × DQ. നമ്മറിയാം ഇതിൽ Q = ചാർജ് Q എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. Q = C × V ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Q = C × V. അങ്ങനെയാണെങ്കിൽ DQ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ C കോൺസ്റ്റൻ്റ് ആണ്,
സി അതേപോലെ നിർത്തി. വിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി എന്ന് വരും. സോ ഡി ക്യു ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞു. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇവിടെ ഈ ഒരു ഡി ക്യുവിന് പകരം നമ്മളെന്ത് കൊടുക്കാൻ പോവാണ്? സി ഇൻറ്റു ഡി വി എന്ന് കൊടുക്കാൻ പോവാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി വി എന്ന് വന്നു. കാരണം വി ഇൻറ്റു ഡി ക്യു ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡി ക്യുവിന് പകരം നമ്മൾ സി ഇൻറ്റു ഡി വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി വി എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വി യൂണിറ്റ് പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ചെറിയൊരു വർക്ക് ഡൺ ആണ് നമ്മളിവിടെ ഡി ഡബ്ല്യു ആക്കി എടുത്ത്. ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ 0 ടു വി സി വി ഡി വി ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. സി വി ഡി വി ഏത് മുതൽ 0 മുതൽ വി എന്നുള്ള പൊട്ടൻഷ്യൽ വരെയുള്ള വർക്ക് ഡൺ നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ 0 ടു വി വരെയുള്ള ഒരു ഇതും നമ്മൾ കൊടുത്തു, ലിമിറ്റും നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സി കോൺസ്റ്റൻ്റ് ആണ് പുറത്തു കൊടുത്തു. വിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ v²/2 ആണ് ഫ്രം 0 ടു വി. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/2 സി വി സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ എന്തെന്ന് പറഞ്ഞാൽ ശരിക്ക് എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്നാണെന്നുണ്ടെങ്കിൽ എനർജി സ്റ്റോർഡ് എത്രയാണ് ശരിക്ക്? 1/2 സി വി സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സോ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ് ആണ്. വി എന്ന് പറഞ്ഞാൽ ഇൻ വോൾട്ടാണ്, വോൾട്ടേജ് ഇൻ വോൾട്ട്സ് ആണ്, പൊട്ടൻഷ്യൽ ഇൻ വോൾട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ 1/2 സി വി സ്ക്വയർ ജൂൾസ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ സിക്ക് നമ്മൾ Q/V എന്ന് കൊടുക്കുകയാണെങ്കിൽ സിക്ക് നമ്മൾ Q/V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നത്? 1/2 QV എന്ന് പറയാൻ പറ്റും. അതേപോലെ വിക്ക് നമ്മൾ QC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Q/C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Q²/2C ജൂൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഈ ബേസിക് ഇക്വേഷനിൽ സിക്ക് Q/V എന്നും വിക്ക് Q/C എന്നും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ രണ്ടായിട്ടും സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും Q എന്ന് പറഞ്ഞാൽ എന്തിലാണ്? കൂളോമ്പിലാണ്. സി എന്ന് പറഞ്ഞാൽ ഫാരഡിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ നമുക്കിവിടെ കാണാൻ പറ്റി. ഇനി ഡിസ്കസ് ചെയ്യാം